ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കടലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഗായ്സ്, ഞാനിവിടെ ചിക്കൻ കറി വയ്ക്കാനായിട്ട് 1 കിലോയോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പം ഗായ്സ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് ഒരു 7 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടി എടുത്ത് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ്. 3 മുളക് കീറിയത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരല്പം പട്ട, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നീട് 1 വലിയ തക്കാളി. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, അത് ഓരോരുത്തരെയും ടേസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഗൈസ്, നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ സവാള ഇടുകയാണ്. 3 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്, അതിലേക്കിടുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 തക്കാളി കഷ്ണങ്ങളാക്കിയത്, പിന്നീട് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നീട് ഏകദേശം 7 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത്, ഇതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പം ഇതിലേക്ക് നമ്മൾ ഇനി വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഏലക്കായ, 4 ഗ്രാമ്പു, കുറച്ച് പട്ട, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് വളരെ നല്ലൊരു ഫ്ലേവറും ഒരു മണമൊക്കെ കിട്ടും. നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ 2 കൊത്ത് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വഴന്ന് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും ഈ തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതെല്ലാം ഇതുമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പം ഗൈസ്, നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാൻ സമയത്ത് നമ്മൾ ഗ്യാസ് സിം മോഡിലോട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പൊടികൾ ചേർത്തിട്ട് നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളും ഈ സവാള എല്ലാം കൂടെ ഒരുമിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഈ
ഒരു ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം തിളച്ചിട്ട് നമുക്കിതിലോട്ട് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഈ ഗ്രേവിയിലോട്ട് ഞാൻ ചിക്കൻ പീസുകൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പീസുകൾ ഇനിയും ചെറുതാക്കി വേണമെങ്കിൽ കറി വയ്ക്കാനായിട്ട് എടുക്കുക. എനിക്ക് വലിയ പീസായിട്ട് എടുക്കുന്നതാണ് കൂടുതൽ സൗകര്യം. അതുകൊണ്ട് ഇങ്ങനെ വലിയ പീസായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രേവി ഇത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പിന്നീട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. നോർമൽ മെത്തേഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗ്രേവി ഇത്രയൊക്കെ മതിയാവും. ഇനി ചിക്കൻ്റെ അകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം മതിയാവും. ഏകദേശം ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് ഇതിനൊന്ന് വേവിക്കണം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്കൊരു 15 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഗായ്സ്, നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തോന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു, അടപ്പ് തുറന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, ഇതിനോട്ട് ചേർക്കാനുള്ളതായിട്ട് മല്ലിയില ചേർക്കാനുണ്ട്. മല്ലിയില നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്നത് മല്ലിയില നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതലോ കുറവോ എന്നുള്ളത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേകാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം ഗായ്സ്, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളം ഇതിലോട്ട് തിളപ്പിച്ച് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് ഇത് ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ ടു ആൾ.